ഒരു മനുഷ്യന്റെ വിശ്വാസത്തിനനുസരിച്ച് അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു നമ്മെ അവിടത്തേക്ക് എത്തിച്ചു തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവര്, സഹായിക്കാൻ പോകുന്നവര്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യുബ്തല റജുലു അലാ ഖദ്രി ഈമാനിഹി. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് ഒരാൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ കാന ഫീ ഈമാനിഹി ഖുവ്വത്തുൻ സീദ ഫീ ബലാഇഹി. ഈമാൻ കടുകടുത്ത വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഹത്താ യളല്ലൽ ബലാഉ ബിൽ മുഅ്മിൻ ഫയംശി അലൽ അർളി വമാ അലൈഹി ഖതീഅ. മക്കളിൽ പരീക്ഷണം, ശരീരത്തിൽ പരീക്ഷണം, അസുഖങ്ങളും കടങ്ങളും ബാധ്യതകളും മനസ്സമാധാനമില്ലായ്മയും, ഇതെല്ലാം ഒരു സത്യവിശ്വാസിക്ക് വന്നു ചേരുകയും അവർക്ക് വിശ്വാസത്തിൽ ദൃഢതയുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവർ സൗഭാഗ്യവാന്മാർ. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നിട്ടോ ചില ആളുകളൊക്കെ ഭൂമിയിലൂടെ നടന്നു പോകുന്നു, ഒരുപാട് കടബാധ്യത, മക്കളെ കൊണ്ട് വിഷമം, വീടില്ല, പ്രയാസമാണ്, അസുഖമാണ്, കടബാധ്യതയാണ്, മനസ്സമാധാനമില്ല. ആളാണെങ്കിലോ അല്ലാഹുവിനോട് 5 നേരവും പ്രാർത്ഥിക്കുന്നവര്, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവര്, എന്നാൽ പരീക്ഷണങ്ങൾ വിട്ടുമാറുന്നില്ല. അബ്ശിർ, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ, അത് അല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ല. ഫയംശി അലൽ അർളി വമാ അലൈഹി ഖതീഅ. ചില ആളുകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലും ബാക്കി ഉണ്ടാവുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പരീക്ഷണങ്ങള്, നിരന്തരമായ പരീക്ഷണങ്ങള്, മക്കളിലും കുടുംബത്തിലും കച്ചവടത്തിലും ജോലിയിലും പ്രയാസങ്ങള്, ഇങ്ങനെ നിരന്തരമായ സങ്കടം അനുഭവിച്ചതിന്റെ പേരിൽ അവര് ഭൂമിയിലൂടെ നടക്കുമ്പോ അവരുടെ ദേഹത്ത് ഒരു പാപം പോലും ബാക്കി ഉണ്ടാവുകയില്ല. ആ പ്രയാസങ്ങൾക്ക് പകരമായി അല്ലാഹു അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ. പ്രവാചകന്മാരാണ് നിങ്ങളിൽ ഏറ്റവും പരീക്ഷണം അനുഭവിച്ചത്, ഞാനോ നിങ്ങളോ അല്ല. അമ്പിയാക്കന്മാർ അനുഭവിച്ചതുപോലെ ഒരു പരീക്ഷണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? യൂസുഫ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, വനബിയുനാ വഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെങ്ങാനും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകർത്തെടുക്കാൻ നോക്കിയാൽ മുഅ്മിനെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ലാതെ. എന്തുകൊണ്ടെന്നറിയുമോ? ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ സുമ്മൽ അംസലു ഫൽ അംസൽ. ഏറ്റവും നന്നായി ജീവിക്കുന്നവരെ, സജ്ജനങ്ങളായ ആളുകൾ, അവരെ അല്ലാഹു കടഞ്ഞെടുക്കുകയും ശുദ്ധിയാക്കുകയും പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ അല്ലാഹു പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. നമ്മുടെ വിഷയം അതാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഉമ്മത്തിന്റെ ദഅവത്ത് നിർവഹിക്കുന്ന ആളുകൾ, അവരൊക്കെയും പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധികളെല്ലാം അല്ലാഹുവിന് വേണ്ടി തരണം ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. ആ പരീക്ഷണങ്ങളിലൂടെയാണ് അവരുടെ ഈമാൻ എത്രയുണ്ട് എന്ന് അല്ലാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അല്ലാഹുവിനതറിയാം. അബുൽ അറബി തമീമി അദ്ദേഹത്തിന്റെ കിതാബുൽ മിഹൻ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ താബിഈങ്ങളിൽ കഴിഞ്ഞുപോയ മഹാൻ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ അബ്ബാസി ഭരണാധികാരി ഖലീഫ അൽ മഹ്ദിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഖലീഫത്തുൽ മഹ്ദിയോട് അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ.
മുസ്ലിം ഭരണാധികാരികളെ അമീറുൽ മുഅ്മിനീൻ എന്നാണ് വിളിക്കുക. അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ. ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി ഭരണാധികാരിയായ അബ്ബാസിയായ ഖുറൈശിയായ അൽ മഹ്ദിയോട് സലാം പറഞ്ഞു. അയാൾ സലാം അടക്കുന്നില്ല. വീണ്ടും സലാം പറഞ്ഞു. സലാം അടക്കുന്നില്ല. മൂന്നാമത്തെ തവണ ശരീഖ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി തങ്ങൾ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ സല്ലംതു അലൈക തലാതൻ ഫലം തറുദ്ദ സലാമി. 3 തവണ ഒരു മനുഷ്യനോട് സലാം പറഞ്ഞിട്ട് സലാം അടക്കാതിരിക്കുകയോ? അദ്ദേഹം പറഞ്ഞു, ശരീഖ് ഇബ്നു അബ്ദുല്ലാഹ്, നിങ്ങൾ ഇവിടുന്ന് അനങ്ങരുത്. ഞാൻ നിങ്ങളുടെ തലയെടുക്കാൻ പോകുന്ന ജല്ലാദുമാരെ, തലവെട്ടുന്ന ആളുകളെ, സഫാക്കുകളായ എന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയാണ്. ഞാൻ നിങ്ങളെ വധിക്കാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ ചോദിച്ചു, എന്തിനാ എന്നെ കൊല്ലുന്നത്? പറഞ്ഞു, ശരീഖേ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. അന്നക തതഉ ബിസാതി വഅൻത അന്നി മുഅരിദു. എന്റെ മുഖത്തേക്ക് നോക്കാതെ എന്റെ കൊട്ടാരത്തിലെ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നത് ഞാൻ സ്വപ്നം കാണുകയുണ്ടായി. ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്റെ കൊട്ടാരത്തിന്റെ ഈ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നു, എന്റെ മുഖത്ത് നോക്കാതെ. സ്വപ്നവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇതിന്റെ പൊരുൾ? അവര് പറഞ്ഞു, ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി മനസ്സുകൊണ്ട് നിങ്ങളോടൊപ്പമല്ല, മനസ്സുകൊണ്ട് ശത്രുക്കളോടൊപ്പമാണ്. ഇയാളുടെ മുഖത്തെ പുഞ്ചിരി വെറുതെ കാണിക്കുകയാണ്. നിങ്ങളുടെ ആളല്ല, നിങ്ങളോട് വെറുതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും, നിങ്ങളോട് സലാം പറയും, പക്ഷെ ഇയാളുടെ മനസ്സ് ശത്രുക്കളോടുകൂടെയാണ് എന്നാണ് എന്റെ സ്വപ്നവ്യാഖ്യാനത്തിന്റെ ആളും മറുപടി തന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അപ്പോഴാണ് മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുന്നത്. ഒരു മരണമുഖത്ത് പുഞ്ചിരിക്കാൻ കഴിയാ. സുബ്ഹാനല്ലാഹ്, പുഞ്ചിരിച്ചു. തബസ്സം, എന്നെ കൊല്ലാൻ പോവാണല്ലേ. യാ അമീറൽ മുഅ്മിനീൻ വല്ലാഹി മാ റുയാക റുയാ ഇബ്രാഹിം അലൈഹിസ്സലാം. എന്താ കഥ? ഒരു മുസ്ലിമായ മനുഷ്യനെ വെറുതെ കൊല്ലേ. അന്നത്തെ ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. പറഞ്ഞതാ, കൊല്ലാന്ന് പറഞ്ഞാൽ കൊല്ലും. അവിടെ ചോദിക്കാൻ, അപ്പീല് പോകാൻ ആളില്ല. ഒരു മഹാപണ്ഡിതൻ വലിയൊരു പരീക്ഷണത്തിന് വിധേയമാവുക. പക്ഷെ അദ്ദേഹം അവിടെ പേടിച്ചില്ല. എന്താ അമീറുൽ മുഅ്മിനീൻ കേൾക്കുന്നത്? അതഖ്തുലുനി ബിറുയാ റഅയ്തഹു. നിങ്ങൾ കണ്ട ഒരു സ്വപ്നം കണ്ടിട്ട് എന്നെ കൊല്ലുകയാണോ? നിങ്ങൾ കണ്ട സ്വപ്നമാണെങ്കിലോ ഇബ്രാഹിം, അത് ഇബ്രാഹിം നബി കണ്ട സ്വപ്നം പോലത്തെ സ്വപ്നമാണോ നിങ്ങളുടെ സ്വപ്നം? അത് മാത്രല്ല, നിങ്ങൾക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്ന ആള് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെ സ്വപ്നത്തിന് വ്യാഖ്യാനം അറിയുന്ന ആളാണോ നിങ്ങളോട് പറയുന്നത്? ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒരു നിരപരാധിയെ കൊല്ലുകയോ എന്ന് ആ രാജാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം കാണിച്ച മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റളിയല്ലാഹു അൻഹു. ഇതൊന്നും അവിടെ ചോദിക്കൂല ആരും. ഈ മഹാൻ ചോദിച്ചു, നിങ്ങളുടെ ഒരു സ്വപ്നമാണോ എന്നെ കൊല്ലാൻ കാരണമാകുന്നത്? സ്വപ്നം കണ്ടിട്ട് മനുഷ്യനെ കൊല്ലുകയോ? അങ്ങനെ എങ്ങാനും നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ അമീറുൽ മുഅ്മിനീനെ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊലയാളിയായിട്ടാണ് അല്ലാഹു നിങ്ങളെ ഹാജരാക്കുന്നത്. ഓർമ്മ വേണം. ഒരു ആലിമിനുണ്ടായ അനുഭവമാണിത്. ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി അവിടെ വിറച്ചുപോയില്ല. രാജാവേ, നിങ്ങൾ കാണുന്ന ഓരോരോ സ്വപ്നങ്ങള്, അതിന് നിങ്ങളുടെ ശിങ്കിടിമാരാരെങ്കിലും വ്യാഖ്യാനം പറയുകയും ആ വ്യാഖ്യാനം വെച്ച് വിധി പറയുകയും ചെയ്യുകയോ? നിങ്ങളാരാ? ഇബ്രാഹിം നബിയോ യൂസുഫ് നബിയെ പോലെ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളാണോ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാതാക്കൾ? എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഒരു സ്വപ്നത്തിന്റെ വില വെച്ച് മുഅ്മിനായ മനുഷ്യന്റെ ചോര ചിന്തുകയോ? നബി തങ്ങൾ പറയുമായിരുന്നു,
അഫ്ളലുൽ ജിഹാദ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മസമരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മസമരം കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നിട്ട് പച്ചയായ സത്യം തുറന്നു പറയൽ, അതാണത്രേ ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മസമരങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതൻ അവരുടെ ധർമ്മം ഏറ്റെടുത്തു, പണ്ഡിതന്മാരാ ധർമ്മം നിർവഹിച്ചു. മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദിയോട് മഹ്ദി എന്ന് പറയുന്ന ഈ ഭരണാധികാരി എണീറ്റു പോകാൻ വേണ്ടി പറഞ്ഞു. മഹാനവറുകൾ അവിടെ നിന്ന് എഴുന്നേറ്റോടി. മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന പോക്കിൽ ഇങ്ങനെ പറയുന്നുണ്ടത്രേ, അഫറഅയ്തും അഅജബ മിൻ ഹാദർ റജുൽ, ഈ രാജാവിനോളം വിചിത്രനായ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? യുരീദു അൻ യഖ്തുല ഇംറഅൻ മുഅ്മിനൻ ബിറുയാ റആഹാ, കണ്ട ഒരു സ്വപ്നത്തിന്റെ പേര് പറഞ്ഞ് മുഅ്മിനായ ഒരു മനുഷ്യനെ കൊല്ലാൻ പോവുകയാണത്രേ. ഇതും പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ ആ രാജാവിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹു. ഇവരെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മുഹദ്ദിസാണ്, ഹദീസിന്റെ റാവിയാണ് ശരീഖ് എന്നവരെ, ഹദീസിന്റെ റിപ്പോർട്ടറാണ്. ഹബീബായ നബി തങ്ങളുടെ ഹദീസുകൾ മഹാനായ അഅ്മശ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന മുഹദ്ദിസാണ് മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റളിയല്ലാഹു അൻഹു. ഈ ചരിത്രം നമ്മെ മറ്റൊരു ചരിത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ മഹാന്റെ ചരിത്രം പറയുമ്പോ തർജുമയുടെ ആലിമീങ്ങൾ, തർജുമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി, ട്രാൻസ്ലേഷൻ അർത്ഥമുണ്ട്, പക്ഷേ ബയോഗ്രഫി എന്നാണ് നമ്മുടെ കിതാബ് ഉപയോഗിക്കുന്ന ശൈലി. അതാണ് മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ ജീവചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ഖലീഫ മഹദിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖലീഫ മഹദിയുടെ മുമ്പിലേക്ക് ഈ ശരീഖ് എന്നവരെ ഒരാളെ പിടിച്ചുകൊണ്ടുപോകുന്നു. അയാൾ പറഞ്ഞു, ശരീഖെ അനങ്ങരുത് കേട്ടോ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കൊണ്ടുപോകുന്ന ആൾ ഒരു ചാരൻ, ഈ കൊണ്ടുപോകുന്ന ആള് പണ്ഡിതന്മാരായ ആളുകളെ ശത്രുക്കൾക്ക് പിടികൊടുക്കുന്ന ആള്. മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹുവിനെ നിർത്തിയിട്ട് പറഞ്ഞു ഖലീഫത്തുൽ മഹദിയോട്, അബ്ബാസിയായ ഭരണാധികാരിയോട്, അബൂ ഉമയ്യ എന്നാണ് ഈ മനുഷ്യന്റെ പേര്. ആ അബൂ ഉമയ്യ പറഞ്ഞു, രാജാവേ രാജാവേ, حدثني شريك عن الأعمش عن سالم عن ثوبان عن رسول الله صلى الله عليه وسلم. മുത്തുനബിയുടെ ഒരു ഹദീസ് ഈ ശരീഖ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരീഖ് ഉദ്ധരിക്കുന്നു അഅ്മശിൽ നിന്ന്, അഅ്മശ് എന്നവരെ സാലിം എന്നവരിൽ നിന്ന്, സാലിം എന്നവരെ തൗബാൻ എന്ന സ്വഹാബിയിൽ നിന്ന്. എന്താ നബി പറയുന്ന ഹദീസ് എന്നറിയുമോ? ഇസ്തഖീമൂ ലിഖുറൈശിൻ മസ്തഖാമൂ ലക്കും, استقيموا لقريش ما استقاموا لكم فإذا زاغوا عن الحق فضعوا سيوفكم على عواتقكم ثم أبيدوا خضراءهم. ഈ ഹദീസ് ഒരു രാജാവിന്റെ മുമ്പിൽ പറയുന്നത് ഒരൽപ്പം അപകടകരമാണ്. എന്താ ഹദീസിന്റെ സാരെന്നറിയോ? ഭരണാധികാരി ഖുറൈശിയ. നബി തങ്ങൾ പറയുന്ന ഹദീസ് ഇതാണ്, ഇസ്തഖീമൂ ലിഖുറൈശിൻ മസ്തഖാമൂ ലക്കും. ഖുറൈശികളായ ഭരണാധികാരികൾ അവർ നേരെ ചൊവ്വ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നല്ല നിലയ്ക്ക് ജീവിച്ചേക്കണം. ഫഇദാ സാവൂ, ഖുറൈശികളായ ഭരണാധികാരികളെങ്ങാനും വഴിതെറ്റുകയാണെങ്കിൽ അവരുടെ കഴുത്തിൽ നിങ്ങൾ വാൾ വെക്കണം. ആ ഭരണാധികാരികളിൽ നിന്ന് തുടച്ചു നീക്കണം എന്ന് പറയുന്ന ഹദീസ് ഈ ശരീഖിനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറയുന്ന ഉദ്ദേശം എന്നറിയോ? ഈ രാജാവ് ഖുറൈശികളെ നേരെ പോവുകയാണെങ്കിൽ നല്ല നിലക്ക് നിന്നാ മതി. ഈ രാജാവാണെങ്കിലോ ഒരൽപ്പം വഴിപിഴച്ച ജീവിതമുള്ള ആളാണ്. ഇവരെങ്ങാനും പിഴച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ തലയെടുത്തേക്കണം എന്ന് നബി തങ്ങൾ പറയുന്നു എന്നായി പറയുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ആ ഹദീസിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെയാണ് ഈ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, പരിഭാഷ വായിച്ചിട്ടുണ്ട് പറയാ, ആ രീതിയിലാണ് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ. ഒരു ഭരണാധികാരിക്കെതിരെയും ഡയറക്റ്റ് വാളോങ്ങി യുദ്ധം ചെയ്ത് ഭരണാധികാരിയെ താഴെ ഇറക്കാൻ നിബിധങ്ങൾ സമ്മതം തന്നിട്ടില്ലെന്നാണ്. എപ്പോഴാ സമ്മതം എന്നറിയോ? ഒരൊറ്റ ഘട്ടമേ ഉള്ളൂ. അവരെങ്ങാനും മുസ്ലിമായ ഒരു ഭരണാധികാരി, ഒരു ഇസ്ലാമിക രാജ്യം, ആ ഭരണാധികാരി വ്യക്തമായ
ഇസ്ലാം വിരുദ്ധ കുഫറോ മതനിഷേധമോ യുക്തിവാദമോ ഇസ്ലാമിനെ തള്ളിപ്പറയുകയോ ചെയ്യുന്ന ഒരു തരത്തിൽ നിങ്ങൾക്ക് തെളിവുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് വരെ ഒരു ഭരണാധികാരിയോടും നിങ്ങൾ തർക്കിക്കാൻ പോകരുത്. ഭരണാധികാരികളെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ നബി തങ്ങളുടെ ഹദീസിനെ ചേർത്ത് വായിക്കാതെ ഇവര് വഴിപറ്റുകയാണെങ്കിൽ വാളെടുത്ത് വെട്ടിയേക്കണം എന്ന് ശരീക്കനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് മഹാനായ ശരീക്ക് എന്നവരെ കുറ്റപ്പെടുത്താൻ ഖലീഫയോട് ഈ മനുഷ്യൻ വിളിച്ചു പറയാൻ അബൂ ഉമയ്യ. രാജാവ് ചോദിച്ചു, ശരീക്കേ അത് ശരിയാണോ? രാജാവ് വെറുതെ പറയാം പറഞ്ഞ അതിന്റെ ഉദ്ദേശം അതല്ല എന്നർത്ഥത്തിൽ. അപ്പൊ ഇയാൾക്ക് പണി കിട്ടി. കാരണം ഇയാൾ കേട്ട ഒരു ഹദീസാണിത്. ശരീക്ക് എന്നവർ അതിന്റെ ആശയം അതല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ആള് പറഞ്ഞു, രാജാവേ ഞാനെന്ന് പറഞ്ഞോട്ടെ, ഈ ഹദീസ് ശരീക്കിൽ നിന്ന് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല എങ്കിൽ, ഞാൻ ആ പറഞ്ഞ നുണയാണെങ്കിൽ, അലയ്യ അന്ന ഹുജ്ജ ബൈത്തല്ലാഹി മാഷിയൻ, ഇവിടെ നിന്ന് ഷാമിൽ നിന്ന് നടന്ന് ഞാൻ മക്കത്തേക്ക് ഹജ്ജ് പോകും. അള്ളാഹ്ക്ക് വേണ്ടി ഞാനത് ചെയ്യാൻ റെഡിയാണ്. പിന്നെ എന്റെ കയ്യിലുള്ള മുഴുവൻ പണവും അള്ളാഹുവിന്റെ വഴിക്ക് ഞാൻ സ്വതക്ക ചെയ്യും. ഞാനത് കേട്ടു എന്നത് ഉറപ്പാണ്. ഇല്ലേ ഞാനത് കേട്ടിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ നിന്ന് കാലുകൊണ്ട് നടന്ന് മക്ക വരെ ഹജ്ജിന് പോകും. പിന്നെ എന്റെ എല്ലാ സമ്പത്തും അള്ളാഹുവിന്റെ വഴിക്ക് ഞാൻ കൊടുക്കും. ശരീക്കേ എന്താണ് ഈ കേൾക്കുന്നത്? ശരീക്ക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, രാജാവേ ഞാനത് പറഞ്ഞു എന്ന് ഉറപ്പാണെങ്കിൽ അയാളുടെ ദേഹം അയാൾക്ക് മീതെ എന്തൊക്കെയാണോ ഏറ്റെടുത്തത് അതൊക്കെ ഞാനും ഏറ്റെടുത്തു. രാജാവ് വിചാരിച്ചു ഇയാളുടെ ദേഹം മാ അലൈഹി അലയ്യ മാ അലൈഹി, അറബിയിൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അയാൾക്കുള്ളത് ഞാനും ഏറ്റെടുത്തു. അയാളുടെ ദേഹത്തുള്ളത് അതിന്റെ വ്യംഗ്യമായ അർത്ഥം. മാ അലൈഹി, അയാൾക്ക് മീതയുള്ളത് ഞാനും ഏറ്റെടുത്തു. അയാൾ എന്താ പറയണത് അതന്നെ ഞാൻ ഏറ്റെടുക്കുന്ന ധ്വനി. രാജാവ് വിചാരിച്ചു, ഓ വലിയ പണ്ഡിതനല്ലേ ഈ പറയണത്. ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാളും കാലുകൊണ്ട് നടന്ന് ഹജ്ജിന് പോകും, ഇയാളും ശരീക്ക് എന്നവരും സ്വന്തം സമ്പത്ത് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കും എന്നാണ് ഈ പറയുന്നത് എന്നാ രാജാവ് വിചാരിക്കുന്നത്. പക്ഷെ അബൂ ഉമയ്യക്ക് പിടുത്തം കിട്ടി. ശരീക്ക് എന്ന അയാളുടെ ദേഹത്തുള്ള വസ്ത്രം അത് ഞാൻ അള്ളാന്റെ വഴിക്ക് ഞാൻ കൊടുത്തേക്കാം, അതാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. അയാളുടെ ദേഹത്തുള്ള വസ്ത്രം എന്ന് മാത്രം ഉദ്ദേശിച്ചത്, ഹജ്ജിന് നടന്നു പോകുന്നതോട് ഉദ്ദേശിച്ചില്ല. ഇയാളെ പറഞ്ഞു, രാജാവേ ഇയാളെ പറഞ്ഞത് എന്നെ പോലെ ഹജ്ജിന് പോണെന്നല്ല ഈ പറയുന്നത്. അയാള് പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കുകയാണെങ്കിൽ, തെളിയുകയാണെങ്കിൽ ഞാനിട്ട വസ്ത്രം പോലത്തെ വസ്ത്രം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തേക്കാം, അതാണ് പറയുന്നത് കേട്ടോ. രാജാവ് ശരീക്കേ നിങ്ങൾ സത്യം ചെയ്തു പറയണം, ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇസ്ലാമിന്റെ വിഷയങ്ങൾ ഇന്ന് ലോകത്ത് ചർച്ചയാകുന്നുണ്ട്. അതിൽ പല സത്യങ്ങളും ആലിമീങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരും. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ, ഒരു രാജ്യത്തിന്റെ നിയമം എന്തോ ആകട്ടെ അല്ലേ, കല്യാണം കഴിഞ്ഞവന്റെ ഭാര്യന്റെ കൂടെ വേറൊരുത്തൻ കിടന്നുറങ്ങി അവര് വ്യഭിചരിച്ചാൽ അത് കുറ്റമല്ല എന്ന് നമ്മുടെ ഭരണഘടനയോ സുപ്രീം കോടതിയോ അങ്ങനെ വിധിക്കുകയാണ്, വിധി പറഞ്ഞു, ശരിയാണ്. അത് വെച്ച് നമുക്കത് ഹലാലാവോ? ശറഇൽ ഹറാം ഹറാമുകളല്ലേ, എറിഞ്ഞു കൊല്ലപ്പെടേണ്ട കുറ്റമാണത്, അത്രയും ഗുരുതരമായ കുറ്റമാണത്. ശറഇന്റെ നിയമങ്ങൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷെ അത് ആലിമീങ്ങൾക്ക് വിളിച്ചു പറയണം. പണ്ഡിതന്മാരത് പറയും, അത് പറയും ഒരുപക്ഷെ ചില ആളുകൾക്ക് പിടിച്ചില്ലെന്ന് വരും. അതൊന്നും അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ പ്രശ്നമല്ല. കാലാകാലങ്ങളിൽ ഈ ഉമ്മത്തിന്റെ പൈതൃകത്തിൽ മഹാപണ്ഡിതന്മാർ ചെയ്തു വന്ന ത്യാഗം ഇതാണ്. അവർ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമ്മൾ പരീക്ഷണത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഉമ്മത്തുള്ളത്. അള്ളാഹു ഈ ഉമ്മത്തിനെ ഒരുമയിലും ഐക്യത്തിലും സ്നേഹത്തിലും അള്ളാഹു ആക്കി തരട്ടെ. വലിയ പരീക്ഷണം നമ്മുടെ ഭാരതത്തിലാവട്ടെ ലോകാടിസ്ഥാനത്തിലാവട്ടെ ഈ ഉമ്മത്തിന്റെ പ്രവാചകൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബിതങ്ങൾ ദീർഘദർശനം ചെയ്തു പറഞ്ഞ ആ ഒരു ഫിത്നകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഉകൽ ഹസ്വീരി ഊദൻ ഊദാ. മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ കാണിക്കപ്പെടുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരാൻ പോകുന്നു. ഊദൻ ഊദൻ, സ്ക്വയറുകളായിട്ട് എന്നതിനർത്ഥമുണ്ട്. ടിവിയോ LCD സ്ക്രീനോ ഒക്കെ നമ്മളൊന്ന് സങ്കല്പിക്കുക.
لا يدع بيت مدر ولا وبر بيت عرب ولا عجم إلا دخله. അറബികളുടേതും അറബികളല്ലാത്തവരുടേതും പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും എല്ലാവരുടെയും വീടുകളിൽ കയറിക്കൂടുന്ന ഒരു ഫിത്ന എന്റെ ഉമ്മത്തിന് വരാനുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ സംസ്കാരവും നമ്മുടെ നന്മയുമെല്ലാം ഇല്ലായ്മ ചെയ്യുകയും എല്ലാ നന്മകളും നമ്മൾ കളഞ്ഞു കുളിക്കുകയും നമ്മുടെ സ്ക്രീനുകളിൽ കാണുന്ന കളിയും സിനിമയും റിയാലിറ്റി ഷോകളും സീരിയലുകളും സംസ്കാരവുമൊക്കെ അത് കണ്ട് വളർന്ന് ഇസ്ലാമിന്റെ നന്മകളും ഇസ്ലാം ഒരു പെണ്ണിന് വെച്ച വേഷവിധാനങ്ങളും ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ കാണിക്കേണ്ട അച്ചടക്കവും മനുഷ്യ ജീവിതത്തിൽ കാണിക്കേണ്ട നന്മയും ഇതൊന്നും പരിഗണിക്കാതെ കലയുടെ പേര് പറഞ്ഞ് കാവ്യത്തിന്റെ പേര് പറഞ്ഞ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ഈമാനിനോട് യോജിക്കാത്ത എല്ലാ തിന്മകളും നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ഇങ്ങനത്തെ ഒരു പരീക്ഷണം അല്ലാഹു തആല ഓരോ വീടുകളിലേക്കും കയറിയിറങ്ങാതെ ഓരോ വീടുകളിലും അതിന്റെ സംവിധാനങ്ങളില്ലാതെ പോകുന്ന ഒരു കാലം വരില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, എല്ലാവരും ഫിത്നകളിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മുടെ മദ്രസയിൽ കുട്ടികൾ എന്തൊക്കെയോ നല്ല നന്മകൾ പഠിച്ചു പോകുന്നു, വീട്ടിൽ ചെന്നാൽ കാണുന്നത് മറ്റൊന്നാണ്. സിനിമകളിൽ സീരിയലുകളിൽ കാണുന്നത് മറ്റൊന്നാണ്. ഫിത്നകൾ ഈ ഉമ്മത്തിന് കടന്നു വരും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅയ്യുമാ ഖൽബിൻ മുശ്രിബ, ഏതെല്ലാം ഹൃദയമാണോ ആ തിന്മകളെ വലിച്ചു കുടിക്കുന്നത്, ഉശ്രിബ വലിച്ചു കുടിക്കുന്ന പോലെ. അങ്ങനെയുള്ള സിനിമന്റെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ റിമോട്ടും പിടിച്ചിരിക്കുമ്പോ പെണ്ണുങ്ങളോ ആണുങ്ങളോ കുട്ടികളൊക്കെ ഇരിക്കണത് അല്ലെ, ജ്യൂസ് കുടിക്കണ പോലത്തെ ഇരുത്തമാണ്. സുബ്ഹാനല്ലാഹ്, ഉശ്രിബ ഹൃദയത്തിലേക്ക് കുടിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ആളുകൾ അന്ന് ആ പശുക്കിടാവ്, സ്വർണം കൊണ്ടുണ്ടാക്കിയ പശുക്കിടാവിനെ ആരാധന ചെയ്ത് പൂജ ചെയ്തപ്പോ ഖുർആൻ പറഞ്ഞു വഉശ്രിബു, അവരുടെ ഹൃദയത്തിലേക്ക്, ആമാശയത്തിലേക്കല്ല ഹൃദയത്തിലേക്ക് കുടിപ്പിക്കപ്പെട്ടു ആ വിഗ്രഹത്തോടുള്ള ആരാധന എന്ന് പറഞ്ഞു. അത്രക്ക് അങ്ങോട്ട് ഇഷ്ടായി പോയി. ഇത് പടച്ചോൻ തന്നെയാന്ന് പറഞ്ഞ അവിടെ വീണവരെ എന്ന പോലെ അയ്യുമാ ഖൽബിൻ ഉശ്രിബ, ഏതെങ്കിലും ഒരു ഹൃദയത്തിന് ആ തിന്മകൾ ഇഷ്ടപ്പെടുകയും അത് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുകയും റാൻ എന്ന് പറഞ്ഞ പരീക്ഷണം കൊണ്ട് അല്ലാഹു ഹൃദയത്തെ മൂടിക്കളയുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഅരിഫു ഹഖൻ വലാ തുൻകിറു മുൻകറൻ. അങ്ങനെ വരുമ്പോ ഒരു നന്മയെ നന്മയായും ഒരു തിന്മയെ തിന്മയായും കാണാൻ കഴിയാതെ ആളുകൾ അന്ധതയിലായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിന്റെ ഓരോരോ കർമ്മങ്ങളും അടിസ്ഥാന വിഷയങ്ങളും തച്ചുടക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഗതി വളരെ ദുർഘടമാണ്. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ജനാധിപത്യ സംവിധാനങ്ങളിൽ വിശ്വാസമുള്ള ഇന്ത്യയിലെ, ഭാരതത്തിലെ, നമ്മുടെ കേരളത്തിലെ ഈ രാജ്യത്തിന്റെ കോടാനുകോടി ആളുകൾ ഈ രാജ്യത്ത് നന്മ വരണം, ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും മുസ്ലിമീങ്ങൾ അടക്കമുള്ള ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, മതവിഭാഗങ്ങൾക്ക്, മതമില്ലാത്തവർക്കൊക്കെ സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ തുടർന്നു വന്ന ആ ഒരു നന്മ നഷ്ടപ്പെടാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ എന്ന് ദുആയിരക്കുകയാണ്. വലിയൊരു പരീക്ഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മുസ്ലിമീങ്ങൾ അവരുടെ സംസ്കാരവും നമ്മുടെ ദീനും ഈ ദീനിന്റെ ആശയങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാതെ, വിശാല മനസ്കതയില്ലാതെ എല്ലാം സങ്കുചിതമായി വീക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുവോ എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. പക്ഷേ അല്ലാഹു അവന്റെ ദീനിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ മുശ്രികൂൻ, ബഹുദൈവ ആരാധന ചെയ്യുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. പിന്നെ പറഞ്ഞു അല്ലാഹു വലൗ കരിഹൽ കാഫിറൂൻ, പടച്ചതമ്പുരാൻ തന്നെ ഇല്ല എന്ന് പറയുന്നവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇസ്ലാമിനെ നാം പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് നബി പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ നന്മ ലോകത്ത് വിളിച്ചു പറഞ്ഞേ പറ്റൂ. ഇസ്ലാമിന്റെ നന്മകൾ ആര് മൂടി വെച്ചാലും അത് അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവരും, ആരിഷ്ടപ്പെട്ടില്ലെങ്കിലും.
ശരീക് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനോട് ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ സത്യം ചെയ്യണം. അബൂ ഉമയ്യ പറഞ്ഞ പോലെ അയാളുടെ ദേഹത്തുള്ള പോലെ വസ്ത്രം ഞാൻ കൊടുത്തേക്കാം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടുകൂടാ. നിങ്ങളത് പറഞ്ഞോ ഇല്ലേ? സത്യം ചെയ്ത് പറയാമോ? സത്യം ചെയ്ത് പറയാമോ എന്ന് ചോദിച്ചപ്പോ ശരീക്ക് തങ്ങൾ പറഞ്ഞു, ഞാൻ സത്യം ചെയ്യില്ല. വഅന ഹദ്ദസ്തുഹു, ഞാൻ ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇസ്തഖീമൂ ലിഖുറൈശിൻ മസ്തഖാമൂ ലക്കും ഫഇൻ സാഹൂ, ഖുറൈശികളെങ്ങാനും നേരായ വഴിയിലല്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഫളഉ സുയൂഫകും അലാ അവാതിഖിഹിം, അവരുടെ കഴുത്തുകളിൽ കത്തിവെക്കണം എന്ന് പറയുന്ന, ആ രാജാക്കന്മാരെ നിഷ്കാസനം ചെയ്യണമെന്ന് പറയുന്ന നിബിതങ്ങളുടെ ഹദീസ് പറഞ്ഞിട്ടില്ല എന്ന് സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞു, സത്യം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആരാണ് ശരീക് എന്നവരുടെ ഉസ്താദ് എന്നറിയോ? മഹാനായ അഅ്മശ് റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ പണ്ഡിതൻ. അതങ്ങ് പറഞ്ഞപ്പോ ഇയാൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഒരുപാട് ചീത്ത പറഞ്ഞു ശരീക് എന്നവരെ. പിന്നെ ശരീക് എന്നവരുടെ ഉസ്താദിനെ ചീത്ത പറഞ്ഞു, അഅ്മശ് തങ്ങളെ. അഅ്മശ് തങ്ങളുടെ ചീത്ത പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ലൗ അഅലമു ഖബ്റ ഹാദ സക്റാനി ലഹറഖ്തുഹു, ഈ കള്ളുകുടിയനായ മനുഷ്യന്റെ ഖബർ എനിക്കറിയുകയാണെങ്കിൽ ഞാനത് കത്തിച്ചു കളഞ്ഞേനെ. അഅ്മശ് എന്നവരെ കുറിച്ച് മആദല്ലാഹ് കള്ളുകുടി എന്ന് പറഞ്ഞു. അത് പറയാൻ അയാളെ പ്രേരിപ്പിച്ച ഒരു വസ്തുത, അഅ്മശ് എന്നവരുടെ ഫിഖ്ഹി കാഴ്ചപ്പാടിൽ ഇറാഖിൽ അവർ ഉണ്ടാക്കിയിരുന്ന മുന്തിരി കൊണ്ടുണ്ടാക്കിയ ഒരു ജ്യൂസ് ഉണ്ട്. അതിനവര് മുസന്നഫ് എന്നാണ് പറയാ. അത് മദ്യമല്ല, അത് ലഹരിയില്ലാത്തൊരു പാനീയായിരുന്നു. അത് ജായിസാണ് എന്ന ഫത്വ കൊടുത്തിട്ടുണ്ട് അഅ്മശ് എന്നവര്. അത് കള്ളെന്ന് വിളിക്കപ്പെടും, പക്ഷെ അത് കള്ളല്ല. ഉണ്ടാവുമല്ലോ ചില സാധനങ്ങൾ, അത് മത്തുണ്ടാക്കുന്നതല്ല. അതിന്റെ പേരിൽ ഇറാഖിൽ അറിയപ്പെട്ട ഒരു തരം നബീദ് അത് മുഹറമല്ല, ഹറാമല്ല എന്ന് അഅ്മശ് എന്നവരെ ഫത്വ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ദേശത്തിലാണ് അഅ്മശ് എന്നവരെ സക്റാൻ, കള്ളുകുടിയൻ എന്ന് ഈ രാജാവ് വിളിക്കുന്നത്. തല പോകുന്ന കേസാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അഅ്മശ് എന്ന മഹാനായ പണ്ഡിതൻ മരിച്ചുപോയിട്ട് ആ മഹാന്റെ ഖബറിടം ഞാൻ കാണുകയാണെങ്കിൽ കത്തിച്ചു കളയും ഒക്കെ പറഞ്ഞ മുസ്ലിം ഭരണാധികാരിയാണ്. അൽ മഹ്ദി എന്ന് പറയുന്ന പിഴച്ചാശയക്കാരനായിരുന്നവര് മുഅ്തസിലികളാണ്. ശരീക് തങ്ങൾ വിട്ടുകൊടുത്തില്ല. മഹാനായ അഅ്മശ് എന്ന പണ്ഡിതനെ നിങ്ങളാരും ചീത്ത പറയരുത്. അഅ്മശ് എന്ന മഹാനെ നിങ്ങൾ ചീത്ത പറയരുത്. ഫഇന്നഹു റജുലുൻ സാലിഹുൻ, അദ്ദേഹം സാലിഹായ ഒരു നല്ല മനുഷ്യനാണ്, നിങ്ങൾ അവരെ കുറ്റം പറയരുത്. അയാളുടെ ഖബർ കത്തിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? മാ കാന യഹൂദിയൻ ഹത്താ തുഹ്രിഖ ഖബറഹ്, അദ്ദേഹത്തിന്റെ ഖബറൊക്കെ കത്തിച്ചു കളയാൻ അദ്ദേഹം എന്താ ജൂതനായിരുന്നോ? ഒരു ജൂതന്റെ ഖബർ പോലും അങ്ങനെ ചെയ്യില്ലല്ലോ. എന്നിട്ടാണോ അഅ്മശിന്റെ ഖബർ കത്തിക്കണമെന്ന് രാജാവേ നിങ്ങൾ ഉത്തരവിറക്കുന്നത്? നിബിതങ്ങളുടെ കാലം കഴിഞ്ഞ്, ഖിലാഫത്തിന്റെ കാലം കഴിഞ്ഞ് ഉടനെ വന്ന അബ്ബാസി ഭരണാധികാരികളാണ്. അവർക്ക് ശേഷം അമവികൾ വരുന്നു, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ പോലെയുള്ള നല്ല മഹാന്മാർ. പക്ഷേ ചില ഭരണാധികാരികൾ ഒരുപാട് തിന്മകൾ ചെയ്തു പോയവരുണ്ട്. അവർക്ക് അല്ലാഹുവിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അല്ലാഹു അവർക്ക് വിധി പറയും. മഹാനായ അഅ്മശ് എന്നവരെ ചീത്ത പറയുമ്പോ മഹാനായ ശരീക് എന്നവർ സിംഹഗർജനത്തോടുകൂടെ വരാൻ, ഒരു പണ്ഡിതനെ നിങ്ങൾ ചീത്ത പറയരുത്. എങ്ങനത്തെ പണ്ഡിതൻ? ലോകത്തെ ഹദീസിന്റെ പ്രസരണം നടത്തിയ മഹാനായ അഅ്മശ് റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ ഒരു പണ്ഡിതനെ നിങ്ങൾ ചീത്ത പറയുകയോ? ലാ തസുബ്ബ, അവരെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് ആ രാജാവിന്റെ മുഖത്ത് നോക്കി, അൽ മഹ്ദിയുടെ മുഖത്ത് നോക്കി മഹാനായ ശരീക് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ജൂതനല്ലെങ്കിൽ എന്താ, ഖാന സിന്ദീഖൻ, അദ്ദേഹം നിരീശ്വരവാദിയല്ലേ എന്ന്. നിരീശ്വരവാദിയോ? ആരാ നിരീശ്വരവാദി എന്ന് നിങ്ങൾക്കറിയോ രാജാവേ? ആരാ നിരീശ്വരവാദി? നിരീശ്വരവാദി എന്ന് പറയുന്ന ആള് ഫസിന്ദീഖു യശ്റബുൽ ഖംർ, നിരീശ്വരവാദികൾ കള്ളു കുടിക്കും. കാരണം അവര് ആകെ തിന്മകൾ ചെയ്യാൻ
ഒരു തരത്തിൽ ജസ്റ്റിഫിക്കേഷൻ കിട്ടാതെ നടക്കുമ്പോ ആരോടും ഒരു പടച്ചോനോടും നമുക്ക് കടപ്പാടില്ല. വ്യഭിചാരവും അതുപോലെ തന്നെ കള്ളുകുടിയും മദ്യപാനവും ലഹരിയും ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാം, അതിനാര് മുടക്ക് പറയാൻ എന്ന ന്യായം കൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരായ യുക്തിവാദികൾ. അവർക്ക് വേണ്ടത് ചെയ്യാം, ആരും പേടിക്കേണ്ട കാര്യമില്ല. അഅ്മശ് എന്നവരെ കുറിച്ച് പറഞ്ഞിട്ട് അഅ്മശ് എന്നവര് സിന്ദീഖൻ, നിരീശ്വരവാദിയാണെന്ന് രാജാവ് പറയുമ്പോൾ ശരീക്ക് എന്നവരെ വിട്ടുകൊടുക്കുന്നില്ല. ആരാ നിരീശ്വരവാദി എന്നറിയോ? യശ്റബുൽ ഖംറ, കള്ള് കുടിക്കുന്ന ആള്, കള്ള് കുടിക്കുന്നവരെ വലാ യഹ്ദുറു സ്വലാത മഅൽ ജമാഅ, ജമാഅത്തായുള്ള നിസ്കാരത്തിന് കൂടാത്ത ആളുകളെ, വയൽഅബു മഅൽ ഖിയാൻ, പാട്ടുപാടുന്ന സംഗീത പരിപാടികൾ നടത്തുന്നവരോടുകൂടെ ഉറക്കമിഴിച്ച് കഴിയുന്ന ആള്, അവരല്ലയോ നിരീശ്വരവാദി? ഈ രാജാവിന് ഈ പണിയൊക്കെയുണ്ട്, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം കേട്ടോ. നിരീശ്വരവാദി അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളാ. പക്ഷെ ഈ രാജാവ് മദ്യപിക്കാറുണ്ട്, വാദ്യമേളങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ജമാഅത്തോടുകൂടെ മുഅ്മിനീങ്ങളോടുകൂടെ നിസ്കരിക്കാത്ത ആളാണ്, ആ ഗുണങ്ങളുള്ള ആളാണ്, ആ ചീത്ത സ്വഭാവങ്ങളുള്ള ആളാണ് സിന്ദീഖ്, അവരാണ് നിരീശ്വരവാദി എന്നല്ലാതെ മഹാനായ അഅ്മശിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോകരുത്. എന്നിട്ട് പറഞ്ഞപ്പോ ഇയാൾക്ക് ദേഷ്യം വന്നു. അയാളെയാണ് ഈ തിരുത്തുന്നത്. തിന്മകളുടെ കോട്ടകളിൽ കടന്നു ചെന്നിട്ട് ആ തിന്മകളെ തിരുത്തുന്ന ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളിലൂടെ കഴിഞ്ഞു പോവുകയാണ് മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി അൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേന്നറിയോ? കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, ഒരു അധർമ്മത്തിനെതിരെ നാവുയർത്തിയാൽ, അധർമ്മത്തിനെതിരെ ശബ്ദമുയർത്തിയാൽ തലയങ്ങ് നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുന്നിടത്ത് ആ ദുർനടപ്പുകാരുടെ മുമ്പിൽ വെച്ച് സത്യം തുറന്നു പറയുന്നത് അവരാണ് യഥാർത്ഥ ധർമ്മസമരം ചെയ്യുന്നവരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കടുത്ത പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോവുകയാണ്. എന്തിനെന്നറിയോ? വനബ്ലു അഖ്ബാറക്കും, നിങ്ങളുടെ ഈമാനിന്റെ പ്രഭ എത്രയുണ്ടെന്നറിയാൻ. ശരീഖ് എന്നവരുടെ ഈമാൻ, നമ്മുടെ ഈമാൻ നമ്മൾ ഓരോരുത്തരുടേത്. ഇഖ്ബാൽ പാടുന്നുണ്ടല്ലോ, ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, ക്യാ ഫിർ കിസി കോ കിസി കാ ഇംതിഹാൻ മഖ്സൂദ് ഹേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട് പരീക്ഷിച്ച പോലെ ആരെങ്കിലും പരീക്ഷിക്കുവാൻ ഇന്നത്തെ ശത്രുക്കൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ച പോലെ നിങ്ങളെ ആരെങ്കിലും തീയിലേക്ക് എറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കുന്നുണ്ടോ? ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ. നേരത്തെ നമ്രൂദിന്റെ തീക്കുണ്ഠാരത്തിലേക്ക് എറിയപ്പെടുകയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. തീക്കുണ്ഠാരത്തിലേക്ക് എറിയപ്പെടുക. നമ്മളെ ആരെങ്കിലും അങ്ങനെ പരീക്ഷിക്കുവാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മളെ ആരെങ്കിലും അങ്ങനെ പരീക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ആ വിഷയം. എന്ത് തീയെ ഒന്ന് പേടിപ്പിച്ച നമ്മളൊക്കെ പേടിച്ചു ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്തേ നമ്മൾ ഇങ്ങനെ പേടിയുള്ളവരായി മാറിപ്പോയത്? അല്ലാഹു അലം. ഭീതിയിലാണ്, പേടിയില്ല. ധൈര്യം എവിടെ പോയി? ഈ ഉമ്മത്തിന്റെ ആർജവവും ഊർജ്ജസ്വലതയും എവിടെ പോയി? തിന്മകൾക്കെതിരെ പടപൊരുതേണ്ട ആളുകളെ, തിന്മകളെ നിഷ്കാസനം ചെയ്യാൻ വന്ന ആളുകളാണ് നിങ്ങൾ. ഉമ്മത്തിനെ കുറിച്ച് നബി തങ്ങൾ വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന അർ-റസൂലു അലൈക്കും ഷഹീദാ. നിങ്ങളാണ് ലോകത്തെ സമുദായങ്ങൾക്ക് മാതൃകയായി വരേണ്ടവർ. നന്മകളെ നന്മയായും തിന്മകളെ തിന്മയായും ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയേണ്ട ആളുകളാണ് നിങ്ങൾ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്.
تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. അല്ലാഹു നമ്മളെ പറ്റി പറഞ്ഞതാ, നിങ്ങളെ ഞാൻ ലോകത്തിന് മാതൃകയായി പുറത്തെടുത്ത സമുദായമാണ്. എന്തേ നിങ്ങളെ പുറത്തെടുക്കാൻ കാരണം എന്നറിയോ? എന്താ മേക്സ് യു ഡിസ്റ്റിംഗ്വിഷ്ഡ്? നിങ്ങളുടെ സവിശേഷത എന്താണെന്നറിയോ? തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ ആളുകളോട് നന്മ ചെയ്യണമെന്ന് പറയുന്നവരാണ്. മനുഷ്യൻ തിന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാ, പക്ഷെ ദീൻ നമുക്ക് നന്മയാ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വീട്ടുകാര്, ഉപ്പമാര്, ഉമ്മമാര് മക്കൾക്ക്, ജ്യേഷ്ഠൻ അനുജന്, ജ്യേഷ്ഠത്തി അനുജത്തിക്ക്, ഉമ്മമാർ മക്കളോട്, മുതിർന്ന കാരണവന്മാർ യുവാക്കളോട്, ചെറുപ്പക്കാരോട്, പണ്ഡിതന്മാർ, പ്രഭാഷണം നടത്തുന്നവര് ഉമ്മത്തിനോട്, സമുദായത്തോട്, ആലിമീങ്ങൾ അവരുടെ പ്രതിനിധാനം ചെയ്യുന്ന ഭാരവാഹികളോട്, നാട്ടുകാരോട്, ജനങ്ങളോട്, നമ്മുടെ മെഹ്റാബുകളിൽ നിന്ന് നന്മക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാവുകയും വയൻഹൗന അനിൽ മുൻകർ, തിന്മകൾ ഉണ്ടാകുമ്പോ തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ കഴിയുകയും ചെയ്യണം. മദ്യപാനവും ലഹരികളും നമ്മുടെ അങ്ങാടികളെ, നമ്മുടെ കവലകളെ, നമ്മുടെ പിഞ്ചുമക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും ലഹരി ഉപയോഗങ്ങൾ കണ്ടുവരുമ്പോ ഞാൻ എന്തിനാ പറയാൻ പോകുന്നത്, ഞാൻ എന്തിനതിന് ഇറങ്ങി പുറപ്പെടണം? അത് ആരെങ്കിലും ചെയ്തോട്ടെ, അത് പോലീസുകാർ ചെയ്തോട്ടെ, അത് നർക്കോട്ടിക് സെല്ല് നോക്കിക്കോട്ടെ, അത് വേറെ ഏതെങ്കിലും സംഘടനക്കാർ, അത് മുഖ്യമന്ത്രി നോക്കട്ടെ, മന്ത്രിമാര് നോക്കട്ടെ, വിദ്യാഭ്യാസ മന്ത്രി നോക്കട്ടെ. മുഅ്മിനായ മനുഷ്യർ ഓരോരുത്തർക്കും തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനും അതിനെ പ്രതിഷേധിക്കാനും അതിനെ നിഷ്കാസനം ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം അല്ലാഹു വെച്ചിട്ടുണ്ട്. നമ്മൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണെങ്കിൽ, ഹബീബിന്റെ ഉമ്മത്തികളാണോ, അവിടെ നമ്മൾ ഇടപെട്ടേ പറ്റൂ. അവര് കേട്ടോ ഇല്ലത് വേറെ വിഷയം. നമ്മൾ പറയണം, നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം. ഒരു ക്യാമ്പയിൻ നടത്തിക്കൂടെ? ലഹരികളാൽ നമ്മുടെ മക്കള് ലഹരികളിലേക്ക് പോവുകയും മദ്യപാനത്തിന് ഒരു ചൂരും നാറ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതൊന്നുമില്ല. മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടോ എന്ന് പോലും കണ്ടെത്താൻ കഴിയില്ല. ഒരു ഹവേലി ഇങ്ങനെ നടക്കണതേ കാണുള്ളൂ. കള്ളുകൂടിയന്മാര് പല 4 കാലിൽ നടക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിന് പണ്ട്. അങ്ങനെയൊന്നുമില്ല. 12, 13, 14 വയസ്സുള്ള കുട്ടികളൊക്കെ നാവിന്റെ അടിയിലും സ്മെല്ല് ചെയ്തിട്ടും സ്മോക്ക് ചെയ്തിട്ടും മണം പിടിച്ചിട്ടും ഗുളികയായിട്ടും മയക്കുമരുന്ന് അടിച്ചിട്ട് നടക്കുകയാണ്. പിന്നെ മതിയാവാതെ വരും, പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ശരീരത്തിന്റെ ഉള്ളൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ മരിച്ചു എന്ന് കേൾക്കും ചെറുപ്പക്കാർ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ നമുക്കറിയാം അത് ആരാ നടത്തുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം അത് എവിടെന്നാ വരുന്നത്. അതിന്റെ പിന്നാലെ പോയാൽ പണി കിട്ടും. നമ്മുടെ ആലിമീങ്ങളെല്ലാം അങ്ങനെയാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ ഈ ലോകത്ത് നന്മയുടെ പ്രസരണം ലോകത്ത് നടക്കുമായിരുന്നോ? എല്ലാവരും ഇങ്ങനെ പേടിക്കാൻ നിന്നാൽ ആരാണ് ഇവിടെ നന്മ പറഞ്ഞു കൊടുക്കുക? ആരാണ് ഇവിടെ നന്മ പറഞ്ഞു കൊടുക്കുക? മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം താബിഈങ്ങളുടെ കാലത്ത് വന്ന പ്രഗൽഭനായ താബിഈ, അന്നത്തെ അസ്വദുൽ അനസി എന്ന് പറയുന്ന യമനിലെ ഭരണാധികാരി, നന്മ പറയുന്ന എല്ലാവരെയും, ഇസ്ലാം ദീനിന്റെ പ്രബോധകരായി നടക്കുന്ന സർവ്വ പ്രഭാഷകന്മാരും വഅദ് പറയുന്നവരും ദീൻ പഠിപ്പിക്കുന്നവരുമായ ആലിമീങ്ങളെ, മുദരിസുമാരെ മുഴുവനും കൊണ്ടുവന്ന് കൂട്ടക്കൊല ചെയ്തിരുന്ന കാലത്ത് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ യമനിലേക്ക്, സൻആയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മഹാനായ പണ്ഡിതനെ ചോദ്യം ചെയ്തിട്ട് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കലും വിട്ടുകൊടുക്കാതെ വന്നതിന്റെ പേരിൽ തീക്കുണ്ടാരമുണ്ടാക്കി തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ആലിമുണ്ട്. അതാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഖുല്ലാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹു തീക്കുണ്ഠാരത്തോട് വിളിച്ചു പറഞ്ഞു, തീയേ, എന്റെ ഇബ്രാഹിമാണ് അങ്ങോട്ട് വരുന്നത്. എന്റെ ഇബ്രാഹിമിന്റെ ഒരു രോമത്തിന് പോലും പോർലേൽക്കാൻ പാടില്ല. ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമായി മാറണമെന്ന് അല്ലാഹു തീയിനോട് പറഞ്ഞ പോലെ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ തീയിലേക്ക് എറിഞ്ഞിട്ട് ഒരു രോമം പോലും കരിയാതെ രക്ഷപ്പെട്ട ഇബ്രാഹിം നബിക്ക് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ സംഭവിച്ച ഒരു മഹാനുണ്ടെങ്കിൽ അത് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി
ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി നിൽക്കുന്ന കാലത്താണ് സംഭവം. ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. മഹാനവർകൾക്കുണ്ടായ കറാമത്താണത്. തീയിലേക്ക് എറിയപ്പെട്ടിട്ട് ഒരു കുഴപ്പവുമില്ലാതെ എഴുന്നേറ്റ് നടന്നു വന്നു. ഇതല്ലാഹു നൽകുന്ന മഹാത്ഭുതം, അല്ലാഹു നൽകുന്ന കറാമത്ത്. മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി യമനിൽ നിന്ന് ഈ മഹാത്ഭുതം ഉണ്ടായപ്പോൾ നേരെ വന്നത് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്കാണ്, മദീനയിലേക്ക്. അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി മദീനത്തെ പള്ളിയിൽ വന്നപ്പോ فجاء إلى سارية من سواري مسجد رسول الله, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെ തൂണുകളിൽപ്പെട്ട ഒരു തൂണിന്റെ മുമ്പിൽ ചെന്ന് അവിടെ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. 2 റക്അത്ത്, വീണ്ടും ഒരു 2 റക്അത്ത്. യമനിന്ന് യാത്ര ചെയ്തു വരാൻ അല്ലാഹു തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മഹാത്ഭുതം അറേബ്യയിൽ ഒന്നാകെ, ഹിജാസിൽ ഒന്നാകെ പരക്കുകയാണ്. ഇബ്രാഹിം നബിക്ക് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ ഒരാൾക്ക് നടന്നത്രേ. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയുന്നത് ആ മഹാൻ മദീനത്തേക്ക് വന്നിട്ടുണ്ടെന്ന്. നേരെ മദീന പള്ളിയിലേക്ക് ചെന്നു. അവിടെ ഒരു തൂണിന്റെ പിറകിൽ നിന്ന് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് മഹാനായ ഉമർ എന്നവർ ചോദിച്ചു, എന്താ നിങ്ങളുടെ പേര്? അബൂ മുസ്ലിം അൽ ഖൗലാനിയാണോ? അതെ. യമനിന്ന് വരെയല്ലേ? അതെ. എഴുന്നേറ്റ് നിൽക്കോ? ഞാനൊന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ചോട്ടെ, ഒന്ന് ആലിംഗനം ചെയ്തോട്ടെ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്രേ, അൽഹംദുലില്ലാഹ്, കാരുണ്യവാനേ നിനക്ക് സ്തുതി. الذي جعل في أمة محمد صلى الله عليه وسلم من فعل به كما فعل بإبراهيم عليه السلام. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അന്ന് നടന്നതുപോലത്തൊരു അനുഭവം ഈ ഉമ്മത്തിലെ ഒരാൾക്ക് നൽകിയ അല്ലാഹുവേ, തീയിന്റെ ചൂട് പോലും ഏൽക്കാതെ രക്ഷപ്പെടാൻ മാത്രം നീ നിന്റെ അഭൂതപൂർവമായ നിന്റെ ഖുദ്റത്ത് കൊണ്ട് രക്ഷപ്പെടുത്തിയ ഒരു മഹാനുഭാവൻ ഇബ്രാഹിം നബിയെ ഞങ്ങൾ കണ്ടില്ല. പക്ഷേ അതുപോലെ ഒരു അനുഭവം ഉണ്ടായ ഒരു മറ്റൊരു പണ്ഡിതനെ താബിഈങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തന്നവനെ അല്ലാഹുവേ, നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഉണ്ടായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.